ആയില്ലേ ബീഫ് കുറുമ ചേട്ടാ തുടങ്ങിയോ? അപ്പൊ ഗൈസ് വെൽക്കം ടു മൈ അനദർ വ്ലോഗ്. ഒരു ഡോറ് ഉറക്കാൻ കിടന്ന പാട് അന്തകമ്പിലാണ്. അതേ വ്ലോഗിന്റെ ബാക്കിയായിട്ട് ഇടണ്ട. ഇന്നും കൊതുകാണോ? ഭയങ്കര കൊതുക്. അപ്പൊ ഗൈസ് നമ്മളിപ്പം വെളുപ്പാങ്കാലത്തെ എത്ര മണിയായി? 6:30 ആയപ്പോ ഇവിടെ മട്ടൻ ചാപ്സും പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു കിടുക്കൻ കടയുണ്ട്. ഇപ്പൊ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്യൂ ആയിരിക്കും. ഇതുണ്ട്, ഇത് പകുതി ഉറക്കത്തില്ല, ഭയങ്കര ഉറങ്ങിയിട്ടില്ല. 2 ദിവസത്തെ ഉറക്കം 100 പ്രാവശ്യം എന്നോട് ഇപ്പൊ പറഞ്ഞ്. ഇതൊന്നും തന്നെ എന്തിട്ടൊന്ന് ഇറക്കിക്കോ, ഗേറ്റ് അടക്കണ്ടേ? നമുക്ക് ഗേറ്റ് എടുത്തിട്ട് കയറാം. ഇതാണ് ആലപ്പുഴ. ഞങ്ങളിപ്പോ ആലപ്പുഴയിലാണ് നിൽക്കുന്നത്. ആൾ പോയി കേറിക്കോ, ഫ്രണ്ടി കേറിക്കോ. എടാ മാറടാ ഫ്രണ്ടിന്ന്. ഫ്രണ്ടി കയറി നിക്കാണ്, ഫ്രണ്ടി കയറി കിളമ്പറ. ഞാൻ അടച്ചിട്ട് അപ്പുറത്തൂടെ വരാം, അപ്പുറത്തെ ചെറിയ കഥയിൽ കൂടെ വരാം. വന്ന് ഞാൻ, നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ടു പറയും ഞാനാണ് നടന്നു. Come on, let's go. Nari. Okay guys, എടാ വെട്ടമുണ്ടോ? വെട്ടം കുറവല്ലേ? ഇപ്പൊ കാണാം. അപ്പൊ ഗൈസ് നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്? മട്ടൻ ചാപ്സ് ബീഫ്. യെസ്, ഒക്കെ അവിടെ കടയിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ നമ്മള് നേരെ ബീച്ചിൽ പോയി സൺറൈസ് ആയി. എന്നാലും ഒന്നുകൂടെ ബെന്നിന്റെ ഒരു സമാധാനത്തിന് നമ്മൾ ഒന്നുകൂടെ സൺറൈസ്. വലിയ വലിപ്പില്ല. ദിസ് ഇസ് ആലപ്പുഴ അല്ലേ? ദിസ് ആലപ്പുഴ ഗൈസ്. അതെ, കൊതുക് കേറി, നല്ല കൊതുക് കേറി. ഒരു 2 മിനിറ്റ് ഇല്ല, ഇപ്പൊ പോവും. പോയി. നീ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇത്. അതെ അതെ അതെ, പോകാൻ തോന്നുന്നു കേട്ടോ. എവിടെ അവനെവിടെ? അവനെ തീർക്ക. ഞാൻ സെറ്റ് ചെയ്തോളാം. യുവർ ഫോക്കസ് ഷുഡ് ബി ദേർ. അത് പോയി. സൺറൂം ഒക്കെ തുറന്നിട്ടാ. അയ്യേ കാക്കറിയോ? ഞാൻ വിചാരിച്ചേലേ, അത് വിചാരിച്ചേ ഉണങ്ങിയിരിക്കും. പിന്നെ നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കുന്നത്? അത് ഞാൻ ഇതിന്റെ കൂടെ ചേർക്കാവേ അടുത്ത്. അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ. ഒന്ന് മാടക്കി പറയട്ടെ. അല്ല സൺറൈസ് അല്ല, സത്യം പറഞ്ഞാല് സൺറൈസ് കാണാൻ പറ്റൂ? ഇല്ലില്ല, പറ്റില്ല. അവിടെ 5:30 ആകുമ്പോ ചെല്ലുമായിരിക്കും. 2 സൺറൈസ് കിടക്കുന്നു. 1 2 ഒരു സൺറൈസ്. രണ്ടാമത്തെ സൺറൈസിന്റെ സൺറൈസ് കാണുന്നത് അവന്റെ ഉറക്കം. അയ്യോ, നമുക്ക് സൺറൈസ് കാണാൻ ആലപ്പുഴയിൽ എത്താൻ പറ്റൂടാ? ടെൻഷനായിരുന്നു. ഒരു 5:30 ഒക്കെ ആവുമ്പോ 5:30 ആവും. പിന്നെ ഇതെന്നാ വെളിച്ച ഉച്ചയിലടിച്ചല്ലോ. കിഴക്കിൽ വിളിക്കാൻ എന്നെ വേണം. ഇത് എവിടെയാണ്? ഇത് ഇവിടെ അടുത്തെങ്ങാണ്ടായിരുന്നല്ലോ നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്കും.
വഴിയെന്ന്. കട്ട് ചെയ്തിട്ട് നോക്കി വോയിസ്. ഈ വ്ളോഗ് ഞങ്ങളുടെ ഇന്നലത്തെ ബാക്കി തന്നെ വ്ളോഗ്. അതാ എല്ലാരും സെയിം ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാരും ഉറക്കത്തിന്റെ പകുതി. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. അത് തന്നെ വിഷയം. നമ്മുടെ കടയെത്തി. അതാ കണ്ടോ, ഇപ്പൊ തന്നെ കണ്ടോ തിരക്ക് തുടങ്ങി, തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അതാ നോക്ക. സാലിക്കാട സക്രിയ ബസാറിലുള്ള കട. ഗൈസ്, നിങ്ങൾ ആലപ്പുഴയിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. മസ്റ്റ് ട്രൈ ചാപ്സും. എടാ കുറച്ചുകൂടെ കേറ്റിട്ടാ, ബാക്കിൽ വണ്ടി ഉണ്ട്. അല്ല, പോവാൻ സ്ഥലമില്ല, വണ്ടിക്ക് പോവാൻ സ്ഥലമില്ല. കുറച്ചുകൂടെ കൊണ്ടി കൊണ്ട് പോയാനിപ്പോ. ബാപ്പുസൻ മട്ടൻ ചാപ്സും ബീഫും റെഡിയാണ്. എത്ര മണിയാവും? 8:15. മട്ടനോ ബീഫോ? ബീഫ് റെഡിയായോ? കുറുമ ആവുമ്പോ ഇപ്പം കുറുമ ഉണ്ട്. സാധാരണ ഇവിടെ കുറച്ചുകൂടെ നേരത്തെ കിട്ടുമെന്നാണ് ഒരറിവ്. പറയാം. ബീഫ് കുറുമ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ചാപ്സും ബീഫ് ചാപ്സോ ബീഫ് കറി അത് റെഡി ആവാൻ 9 മണിയാവും. വേറെ സ്പോട്ട്, നെക്സ്റ്റ് സ്പോട്ട് അലിക്കട ഉണ്ട്. 9 മണിയാവും ഇവിടെ. 9 മണി വരെ എനിക്ക് ഉറക്കൊളച്ചിരിക്കാനുള്ള ഒരു ഇതില്ല. ഉച്ചയാകുമ്പോ ഇവിടുത്തെ തീരുകയും ചെയ്യും അല്ലേ? വാട്ട് ടു ഡു? അലിക്കട കട പോണം. സോ വാട്ട് വിൽ വി ഡു? കുറുമ അടിച്ചിട്ട് ബീഫ് കുറുമ അടിക്കുക. എങ്ങനെ 10 മണിക്ക് കണ്ണുറക്കണെങ്കിൽ ഒന്നുകൂടെ വരാം. എന്നാ അങ്ങനെ ആക്കാം. എന്നാ ബീഫ് കുറുമ അടിക്കാം. ഓക്കെ, കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ ഈറ്റ് ബീഫ് കുറുമ. ഉണ്ടോ കപ്പിൾ ഗോൾസോ? ഞാൻ സോളോ. എടാ വണ്ടി അത് തൊട്ടാ മതി. തൊട്ടിട്ടാവുന്നില്ല. അത് ഈ വെളിച്ചം കുറവല്ലേ, സൂര്യൻ ഇങ്ങനെ ഉച്ച നിൽക്കുമ്പോ ഭയങ്കര ഫോക്കസാണ്. അകത്ത് സ്ഥലമുണ്ടോ? ഈ സമയത്ത് ഇവിടുത്തെ തിരക്ക് കണ്ടോ? കോട്ടയത്തെങ്ങാനും ഉണ്ടാവും ഇങ്ങനെ തിരക്ക്. സീറ്റ് സീനില്ല, തിന്നാ പോയി. അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇരി അങ്ങോട്ട്. എന്തൊരു മടുപ്പ്. ഒരു വൈറ്റ് ക്ലബ് സൺറൈസ് കണ്ടില്ല, അതുകൊണ്ടാട്ടോ. നമുക്ക് നല്ല തൊലിക്കട്ടി വേണം. ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ കാണ്ടാമൃഗത്തിന്റെ കട്ടി വേണം, എന്നാലേ ആൾക്കാര്. അത് സീനില്ല. നമ്മള് പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ആണ്. എന്നാ എന്താ പറഞ്ഞ? കുറുമ റെഡി ആയിട്ടില്ല ഗൈസ്, പറ്റിച്ചു. അതൊന്നും വെക്കല്ലേ, അതൊക്കെ സീൻ. അത്ര തൊലിക്കട്ടി ആയിട്ടില്ല കേട്ടോ. ട്രൈപോഡ് ഇവിടെ ഓണാക്കി വെച്ച്. ഏതാ? അല്ല സോറി, ഇത് ഒരു പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷൻ. ഇവർക്ക് പ്രൊമോഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മൊത്തം ഒന്ന് കാണിച്ചേ, കറക്കി കാണിച്ചേ. തീരെ തിരക്കില്ലാത്തൊരു കട. ഇത് എത്ര മണിക്കാന്ന് കാണിച്ചുതരാം. ദേ കാണുന്നുണ്ടോ?
സമയം 6:45. 6:45 സമയത്ത് ഇവിടെ അടിയായി ചായ കിട്ടിയില്ല പറഞ്ഞു. കൗണ്ടറോ? ഇവിടെ കൗണ്ടർ അടിച്ചാൽ നല്ല ഇടി കിട്ടും. ഓ ചായയും കിട്ടത്തില്ല. എന്തൊക്കെ ഉള്ള പിന്നെ വ്ളോഗാ ചാനൽ യൂട്യൂബിലാ. എന്റെ യൂട്യൂബിലാ. അബൂട്ടി കോട്ടയം. ഞങ്ങളെല്ലാരും കഴിക്കാൻ എന്താ കടലക്കറി മാത്രമേ ഉള്ളൂ. 7 മണിക്ക് തരാന്നാ പറഞ്ഞത്. 7 മണി വരെ ഞങ്ങൾ പോകേണ്ടത്. 7 മണി വരെ പോകേണ്ട തിന്നു. 7 മണി വരെ 7 മണി വരെ പോകേണ്ട തിന്നാൻ പോകട്ടോ. ഇരുന്ന് തിന്നു 15 മിനിറ്റ് ഉണ്ട്. എത്ര പോകേണ്ട തിന്നാൻ പറ്റും അത്ര പോകേണ്ട തിന്നാൻ. അതാണ് ചലഞ്ച്. ബെന്നിന് അത് കഴിഞ്ഞിട്ട് സൺറൈസ് കാണാനുള്ള ബെന്നിന്റെ റീലേ പോയിരിക്കുകയാണ്. അതാ എന്തേലും വെഞ്ചരിക്കാൻ എന്താ ബെന്നിന്റെ റിലേ പോയിരിക്കും. ഉറക്കം റെഡി ആയിട്ടില്ല. എന്റെ ഉറക്കം റെഡി ആയിട്ടുള്ളത് എന്റെയൊക്കെ പറയുന്നത് പോടാവുന്നത് തീർച്ചയായിട്ടും അവന്റെ വ്ലോഗ് അത്. കുഷ്പി ആർക്കോ വന്ന ചായ ഞങ്ങള് ബുക്ക് ചെയ്ത്. ഞങ്ങക്ക് ചായ ഞങ്ങളുടെ ചായ തരാൻ പറഞ്ഞു. എന്നെ കിട്ടുന്നുണ്ടോ നോക്കിയാ ഞാൻ 2 പേരല്ലെങ്കിലും വെച്ച് നോക്കി. എന്നെ കിട്ടുന്നുണ്ടോ തന്നെ സാമ്പാറാണോ? എനിക്ക് വേണ്ട. ഞാൻ നിന്റെ നിട്ടോ. ഞാൻ മൈക്ക് ഇവിടെ വെച്ചിട്ടാണ് സംസാരിച്ചത്. സാധനം കാണത്തില്ലേ? എടുക്ക് കയ്യിലെടുക്ക്. കയ്യിലെടുത്ത് കറക്കിയില്ലെങ്കിൽ ബ്ലോഗിന് ഒരു ഗുമ്മും ഉണ്ടാവില്ല. ഇങ്ങനെ മൂവ് ചെയ്തില്ലെങ്കിൽ ബ്ലോഗിന് ഒരു സുഖം ഉണ്ടാവില്ല. ഹായ്. എന്റെ സാമ്പാറില്ല. എനിക്ക് സാമ്പാർ അങ്ങനെ ഒഴിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ വല്ലവരുടെയും ഇതിലിങ്ങനെ എടുത്ത്. പക്ഷെ കൊള്ളാം കേട്ടോ, കോമ്പിനേഷൻ കൊള്ളാം. സാധനം സെറ്റാ. എടുത്ത് ചായ വേണം. ഒരു 2 ചായയും കൂടെ വേണം. പോയി ദോശ ഇല്ലാത്തപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതിന് ബോണ്ടാന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇത് ബോണ്ടാന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടില് ബോണ്ടാന്ന് പറയുന്നത് മധുരമുള്ള ഒരു സാധനമാണ്. ഉണ്ട്. ഇവിടെ അത് ബോണ്ടാന്ന് വിളിക്കുന്നത്. അതെ. നിങ്ങളുടെ അവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാം. സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ ചെയ്തു. 4 സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബേഴ്സ് ഉള്ള എത്ര പേരാണെന്നറിയോ? ആരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ്? ഞാന് അവന് അവിടെ വീണ്ടും താക്കോല് കേട്ടോ. ഇതുണ്ട് മൈക്കാന്ന് പറഞ്ഞ അങ്ങനെ പിടിച്ചേക്കുക. മട്ടൻ ചാപ്പൊക്കെ വരുമ്പോ 2 കൈ വേണം. അല്ല അത് ഇപ്പൊ എന്തെങ്കിലും കിട്ടൂ? ബീഫ് കുറുമ. എനിക്ക് അടിച്ച ചായ വേണമായിരുന്നു. പുള്ളി അടിച്ചു തരൂ. പുള്ളി എന്തൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്.
പോയി. ഇവിടുന്ന് പുറമേന്ന് ഓർഡർ എടുത്തിട്ട് പോകും. അബ്ദുള്ള പറഞ്ഞു, അബ്ദുള്ള അടിച്ച ചായ കാണുന്നത്. ഞാൻ പറഞ്ഞു പുള്ളിയോട് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അടിച്ച ഇപ്പൊ തരും. നമ്മളെ മെയിൻ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നില്ല. ആ അത് പോയി. ഐ ആം ഔട്ട്. ഞാൻ വെച്ച് നമ്മുടെ അവിടെയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കല്ലേ. ഞാൻ എന്റെ വീട്ടിൽ 3 കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഓരോ എടുത്ത് അങ്ങോട്ട് വെച്ച്. എന്നാ എനിക്ക് പറഞ്ഞാ ഞാൻ കഴിക്കും. സാമ്പാർ വേണ്ട. അത് മതി. ക്രിസ്പി ആൻഡ് ജ്യൂസി. ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന്. ഭയങ്കര തിരക്ക്. 6:45 തന്നെ ഭയങ്കര തിരക്ക്. ഞങ്ങള് 7 മണി വരെ ഇങ്ങനെ ബോണ്ട നിന്നിരിക്കും എന്നാണ് അബ്ദുള്ള പറഞ്ഞത്. 7 മണി ആവാറായി. ഇനിയും 7 മിനിറ്റും കൂടെ ഉണ്ട്. ചായ വന്നിട്ടുണ്ട്. കുറച്ച് ചായ കുടിച്ച് ഇരിക്കാ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം ബോണ്ട കിട്ടാൻ പാടായിരുന്നറിയോ. ഞാനും അബ്ദുള്ള ബാബുജിയും കൂടെ വന്ന് അവിടെ ഇരിക്കുക. അപ്പുറത്തെ ഇരിക്കുന്ന അവിടെ ഇരുന്ന് പൊറോട്ട നിന്ന് 1 സെറ്റ് പൊറോട്ട നിന്ന് 2 സെറ്റ് പൊറോട്ട നിന്ന് എല്ലാരും ചെറിയ പൊറോട്ട നിന്ന് ബീഫ് കുറുമ വന്നു, മട്ടൻ കുറുമ വന്നു, എല്ലാം കഴിച്ചു. അപ്പൊ കുറച്ച് അവസാനം കുറച്ച് മട്ടൻ കുറുമ ഇരിപ്പുണ്ട്. അതിങ്ങനെ എക്സ്ട്രാ വരത്തില്ല, അതിങ്ങനെ കഴിക്കാം. കഴിച്ചു ഞാൻ വിചാരിച്ചു ഒരു ബോണ്ടും കൂടെ കിട്ടുക, അതിന്റെ കൂടെ ഒരു പിടി പിടിക്കാം. അപ്പൊ എല്ലാവരും മൈൻഡ് സെറ്റ് ആയി. ബോണ്ടിന്റെ കൂടെ ഒരു പിടി പിടിച്ചാൽ സെറ്റ് ആവുന്നത്. ഞങ്ങൾ വന്നപ്പോ ഒരു ബോണ്ടായില്ല, ബോണ്ടായില്ല. പുള്ളി പറഞ്ഞു 15 മിനിറ്റ് ഓരോ 15 മിനിറ്റിൽ ആ ബോണ്ട ഇങ്ങനെ വരുന്ന വഴിക്ക് എല്ലാരും എടുത്തെടുത്ത് തീർന്ന സാധനം തീർന്നിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് എനിക്ക് കലിപ്പായി. ഞാൻ അവിടെ നിന്ന് എണീറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ബോണ്ട അങ്ങനെ വരുന്ന കണ്ട് വന്ന ഞാൻ ഇങ്ങനെ വരുന്നു. കയ്യിൽ നിറച്ച് കിട്ടുന്ന അത്ര ഒറ്റ വാരി നേരെ ടേബിളിലോട്ട് പോയി കഴിച്ച്. അങ്ങനെ ആയതുകൊണ്ട് കിട്ടി. അത് ഞാൻ വാരി കഴിഞ്ഞപ്പോ തന്നെ തീർന്നു അവിടെ നിന്ന്. മോട്ടോറോസാണ് 7 മണി വരെ ബോണ്ടിൽ നിന്നോണ്ടിരിക്കുന്നത്. ഉറങ്ങിയിട്ടില്ല മനുഷ്യൻ. ഇത് മനസ്സിൽ കണ്ടുള്ള എണീറ്റ്. ഇന്നലെ അബ്ദുള്ള ഫ്ലൈറ്റ് കയറിയപ്പോഴേ പറയുന്നു നമുക്ക് രാവിലെ പോയി പൊറോട്ടയും മട്ടൻ ചാപ്സും ഒക്കെ തിന്നണമെന്ന്. രാവിലെ വന്ന് ഇവിടെ പൊറോട്ട ആയിട്ടുള്ളവർക്ക് ആ കടലക്കറി മാത്രമുണ്ട്. എന്തൊക്കെയുണ്ട് കഴിക്കാം? പുട്ടും കടലയും അപ്പം മുട്ടക്കറിയും. വേറെ എന്തൊക്കെയുണ്ട്? അപ്പം മുട്ടക്കറിയും പുട്ടും കടലയും. സ്റ്റാർട്ടായില്ലേ? ആദ്യം അബ്ദുള്ള പറഞ്ഞ് 7 മണി വരെ പോകേണ്ടത് മതിന്ന്. 7 മണി ആകുമ്പോഴത്തേക്ക് സാധനം വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ബെന്ന് പറയാ നീ പറഞ്ഞ 7 മണി കഴിഞ്ഞ് 9 മണി വരെ പോകേണ്ടത് വരുമോ? 9 മണി വരെ പോകേണ്ട വരുന്നുണ്ട് വരുമോ? അത് എന്നെ കൂത്തുകാണോ ഇവിടെ? ഭക്ഷണം കഴിഞ്ഞു. പ്രമാദ വർഷം കഴിഞ്ഞു. പ്രമാദ വർഷം കഴിഞ്ഞു. ക്രിസ്മസ് പരോളിന് വന്നതാണ്. ഞങ്ങളീ കടയിൽ എല്ലാവർക്കും ശല്യം. അതെ ആ പുള്ളിയുടെ ഒക്കെ മുഖം കണ്ടാ അറിയാം. പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മളെ. ഏതാണ് നീയൊക്കെയാണ്? ഇത് കേസല്ലല്ലോ, ഇത് നമ്മളെ തന്നെയല്ലേ ചോദിക്കും. പിന്നെ വള്ളിയാണ് നമ്മൾ ബെന്നിനെ കൊണ്ടൊരു പാട്ടം കൊണ്ട് വരും. കടലല്ല പെട്ടതല്ല നമ്മളെ ചാലിക്കാട ചായക്കട. അതുണ്ടോ? അത് എടുക്കാൻ പറ്റും. അവസാനം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചാലിക്കട ചായക്കട ചായക്കട ചായക്കട. ഞായറാഴ്ച വന്നാൽ ഫോം കിട്ടുള്ളൂ. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഫോം പതയും എല്ലാം വെളി വരും. ഇവിടെ എന്തൊരു തിരക്കാന്നറിയോ? എടുക്കുന്നുണ്ടോ?
ഒരു വട വടയല്ല ബോണ്ടേ. വട വേറെ സാധനം കൊണ്ട് തരും, ഇപ്പൊ പഴംപൊരി കൊണ്ട് തരും. വേറെ ആരാ ഇലയുടെ വേറെ ആരാ ഉള്ളത്? ഞാൻ വിചാരിച്ചു പുള്ളിയുടെ സർവീസ് ഇഷ്ടപ്പെടുന്നു. എല്ലയുടെ വന്നോന്ന് ചോദിച്ചാണ് ഗൈസ്. വേറെ ആരൊക്കെ ഉള്ളത്? വേറെ ആരൊക്കെ ഉള്ളത്? ഓ വേറെ കാര്യം മനസ്സിലായോ? എന്നാ എനിക്ക് ഓർമ്മ വേണ്ട, ഇവരൊക്കെ ഭയങ്കര അതൊന്നും കുഴപ്പമില്ല, എടുത്തോ. മറ്റേ നീ പോടാ. ഐ പറ്റിച്ചല്ലോ, ഇതേല മാത്രമേ ഉള്ളൂ, അടയില്ല. ജ്യൂസി ആണ്. ഇതിലോട്ട് ഈ പ്ലേറ്റിലോട്ട് വീണോ? അയ്യേ പറ്റിച്ചു. ചീസ് പുള്ളുണ്ടെന്ന് പറഞ്ഞു. ചീസ് പുള്ളില്ലല്ലോ. എന്തും ചുമ്മാ മാവ് മാത്രമേ ഉള്ളൂ. നീ ഒന്നും പറയണ്ട, ഫിറോസിയുടെ വീഡിയോയിൽ ഇങ്ങനെ പിന്നെ ഉണ്ടായി പറയാം. ഇതിനകത്തൊന്നുമില്ല, ഇത് മാവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത്ര മധുരം ഇഷ്ടം. ആസ്തറ്റിക് ഒക്കെ ഓക്കെ. അല്ല കേട്ടോ, കിട്ടി കിട്ടി, മധുരം കിട്ടി. എനിക്കിപ്പോഴാണ് കിട്ടിയത്. എന്റെ നാക്ക് പോയോ? ഞാൻ വിചാരിച്ച ആസ്തറ്റിക് മാത്രമേ ഉള്ളൂ. ഇവിടെ സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്, നല്ല തിരക്കുണ്ട്. എന്താണ് കടയുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരു 10-45 വയസ്സിന് മേലുള്ളവരാണ് എല്ലാരും. ഓ അവൻ 20 വയസ്സൊക്കെ. അതെ, രാവിലെ വെളുപ്പിനെ സുബഹി നിസ്കരിച്ചിട്ട് കുളിച്ചൊരുങ്ങി സുബഹി നിസ്കരിച്ചിട്ട് വന്ന് ഫുഡ് കഴിച്ച് 6:45 7 മണിക്ക് മുന്നേ ഫുഡ് കഴിച്ച് സെറ്റായിട്ട് ബെന്നി സൺറൈസ് കാണാൻ വേണ്ടി ഉറങ്ങും വരും സ്വപ്നത്തില്. സൺറൈസ് ടെൻഷനായിരുന്നു അവന്. പിന്നെ എയർപോർട്ടിൽ നിന്ന് ചോദിക്കണേ, എടാ സൺറൈസ് കണ്ടില്ല, ശരിയോ ചെല്ലു എത്തുമോന്നൊക്കെ. സൺറൈസിന്റെ സമയമായപ്പോഴത്തേക്ക് ഒരുത്തൻ 7 മണിയായിരുന്നു. ഇവന് ഇടി മേടിച്ചു വരും. ഞാൻ ലോക്കലാടാ. നീ തന്നെ ലോക്കല്ല. ആലപ്പുഴ എന്ന് പറയുന്ന അബ്ദുള്ളയുടെ നാടാണ്, അബ്ദുള്ളയുടെ വാപ്പാടെ നാടാണ്. എല്ലാവർക്കും അറിയാം. പേര് കേട്ട പുള്ളിയാ അല്ലെ? അങ്ങനല്ലോ പേര് കേട്ട ഇയാളാണ്. ഫോൺ വഴക്കുന്നത്. എന്നാടാ നീ എന്നെ ഫുട്ബോളൊക്കെ ആണോ? ഞാനാക്കൂ ഫസ്റ്റ് ക്യാമറ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ പഴംപൊരി കിട്ടും. ഇവിടെ പഴംപൊരി ബീഫും കിട്ടും. പഴമൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ. പഴംപൊരി നല്ല വലിയ പഴംപൊരി. അല്ലാഹ്, അസ്സലാമലൈക്കും. ഉസ്താദൊക്കെ വന്ന് ഫോൺ തിരിച്ച്. ഹറാമിന്റെ കണ്ണാണ് മക്കളെ. ഇല്ലാന്ന് തോന്നുന്നു. എന്തിനു മുസ്താദ് ഭയങ്കര ജാടേ. ഈക്ക ചിരിച്ച്, ഞാനും തിരിച്ച് ചെറിയൊരു സ്മൈൽ. ഇവിടെ വന്ന നല്ല പ്രായമുള്ളവരാ അല്ലെ? ഇവരൊന്നും ബ്ലോഗ് കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ പിന്നല്ലാതെ. അയ്യേ സാമ്പാർ വേണ്ട. അയ്യേ പൊറോട്ടയും സാമ്പാറും അല്ല, പൊറോട്ടയും സാമ്പാറും ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. എടാ എനിക്ക് വട നിന്ന് എനിക്ക് ഗ്യാസ് കയറി കേട്ടോ. പൊറോട്ട വരാൻ പറ. അവിടെ വല്ലതും വരുവോ? പിന്നെ കേട്ടാ തോന്നുന്നു നീയല്ലേ പറഞ്ഞ നീ ഇവിടുത്തെ ലോക്കലാണ്. നിങ്ങളുടെ കടക്ക് പ്രതീക്ഷയില്ല ഞാൻ. അതെ, ഒരു ഖത്തറിൽ നിന്ന് തിന്നാനായിട്ട് വന്നാ
ദുബായ് വഴി ഖത്തറിൽ പോയിട്ട് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് വടയും സാമ്പാറും തിന്നിട്ട് തിരിച്ചു പോവാ. ചായയും തീർന്നു, വടയും തീർന്നു, സാമ്പാർ വരെ തീർന്നു. അപ്പോഴും ബെന്നിന്റെ സൺറൈസ് അവിടെ നിൽക്കുക. അപ്പോഴും മാഡത്തിന്റെ ഗേഡ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഞാൻ ബായി നോക്കട്ടെ, ചില്ലാണ്. അപ്പൊ എന്താ അറിയോ, ചായയും സുലൈമാനിയും. ആ കൈ ഉണങ്ങിയ ഇത് മറ്റേ കല്യാണം വൈകുന്ന അല്ലേ? എനിക്കൊരു മുട്ടലില്ല. വിശ്വാസങ്ങൾ നമ്മൾ തിരിച്ചു പറയരുത്. വിശ്വാസങ്ങൾ അത് പണ്ഡിതന്മാരുണ്ടാക്കി വെച്ചതാണ്, മനസ്സിലായില്ലേ? അത് എന്ത് കാരണത്തിനാന്നുള്ളത് നമ്മൾ ചോദിക്കരുത്, അത്രേ ഉള്ളൂ. ഇതേപോലെ കാത്തിരിക്കുന്നവന്മാർ പറഞ്ഞുവിടാൻ വേണ്ടിട്ട് അത് തന്നെ. ഇതുപോലെ കുഴിയിലേക്ക് ചാടാൻ വേണ്ടി ഇപ്പോ ഇതെങ്ങാനം വെടി വന്ന അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. കട്ട് ലൈൻ കട്ട്. ഇപ്പൊ പുരിയുത് ആയില്ലേ ബീഫ് കുറുമ? ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇനി നാളെ 7 മണിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓ ഇനി വൈകുന്നേരം 7 മണിയുടെ 7:02. അതാ കുറുമ അല്ല, അത് വട കുറച്ച് ഫാൻസിയിൽ വെച്ചതാ. കുറുമ കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. എവിടെ? അവിടെ ആളുണ്ട്. ആ ഇതിപ്പോ ഇങ്ങനെ നേരത്തെ കിട്ടുന്നുണ്ട് എല്ലാത്തിനും. ബെന്നിന്റെ സൺറൈസ് വരെ ഇപ്പൊ കാണാം. ബെന്നെ അറിയാണ്ടത് പറഞ്ഞു സൺറൈസ് കാണുന്നത്. വേറെ യൂണിവേഴ്സിറ്റി ചന്ദ്രാനി യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ചെന്ന് 10 രൂപ ചായ, കാപ്പി 15 രൂപ. അതെന്തുകൊണ്ടാ? കാപ്പിപ്പൊടി ഉണ്ട്. പിന്നെ ചായക്കകത്ത് ചായപ്പൊടി. ചായപ്പൊടിക്ക് വിലക്കുറവാ. ആണോ? ചായപ്പൊടിക്ക് വിലക്കുറവാണോ? കമന്റ് ചെയ്യൂ. അറിയാത്ത കാര്യം എല്ലാവർക്കും കമന്റ് ചെയ്യും. ചായക്കാണോ കാപ്പിക്കാണോ വില കൂടുതല്? പൊടിക്ക്. കടും കാപ്പിക്ക് 10 രൂപ ഉള്ളൂ. അതില് മൊത്തം കാപ്പിപ്പൊടി മാത്രമേ ഉള്ളൂ. കടും കാപ്പി. ആ ഇത് പാലും കാപ്പിപ്പൊടിയും കൂടെ ചേർന്നോണ്ടാണ്. അപ്പൊ ശരിക്കും കട്ടൻ ചായക്ക് എത്ര? 5 രൂപ. അത് ലിസ്റ്റിലേ ഇല്ല. അത് ലിസ്റ്റിലില്ല. ഉണ്ടോ? എവിടെ? മനയപ്പം നല്ല ടെൻഷനെ അപ്പുറത്തൊരാൾ മുരിങ്ങാക്കോല് മറ്റേ വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ബെന്നിന് അവർക്കൊക്കെ കൊടുത്ത മട്ടൻ തന്നെ അല്ലി, എനിക്ക് വന്നില്ലെന്ന് പറഞ്ഞു. എന്റെ മട്ടന്റെ എല്ലിന്ന് അവർക്കൊക്കെ കൊടുത്തു. മുരിങ്ങാക്കോലായിരുന്നു. ബെന്നിന്റെ കണ്ണിൽ ഇങ്ങനെ സൺറൈസ് വന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ പോയിട്ട് മുരിങ്ങാക്കോല് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് മട്ടന്റെ മറ്റേ വലിക്കത്തില്ല, അതാണ് അവർക്കൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് മാത്രം വന്നിട്ട് ഇവിടെ 7 മണി വരെ ബോണ്ട തിന്നിരുന്നാണ്. ഇല്ലില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. എടുക്കണോ? കോട്ടയം എന്താ ആവോ? സെറ്റ് ആവോ? കുറച്ച് നേരം വെയിറ്റ് അറിയോ? തിരിച്ചറിയോ എന്നുള്ളൊരു സംശയത്തില്. ഇതെന്റെ കസിനാണ്. മാമിയുടെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ആണോ? എപ്പോഴും ഇവിടെ ആവുന്നത്? കുറച്ച് റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുമോ? 7:30 ആണോ? ബോണ്ട ഒരു 2-3 സെറ്റ് തിന്ന്. നമുക്ക് റെക്കമെൻഡേഷൻ ചെല്ലും. അപ്പം കഴിഞ്ഞ് പൊറോട്ട ഇച്ചിരി ഒരു 7:30 കൊടുക്കും. നല്ല ആൾക്കാരൊക്കെ
ഓക്കെ സാർ ഓക്കെ 10 മിനിറ്റ് അരമണിക്കൂറിൽ തരാം. അതെന്നെ കണക്കത് 10 മിനിറ്റ് എനിക്ക് അരമണിക്കൂറിൽ തരാം. അതാണ് വീഡിയോ പൊറോട്ട ബീഫ് ചാപ്സോ മട്ടൻ ചാപ്സോ നമുക്ക് ഇറച്ചി കിട്ടിയാ മതി. പ്രശ്നമായോ ആകെ. അടുത്ത വർഷം വരണം. ബീഫ് കിട്ടാത്ത പാർട്ടി പ്രശ്നമാവും. അതിന്റെ ഇടയ്ക്ക് പുള്ളി എന്ന് പറഞ്ഞ കോട്ടയം ഇവൻ ആ ഇവിടെ ചെറിയ ചൂടുണ്ടോ എന്നാ അതിന്റെ ഇടയ്ക്ക് പുള്ളി ഒന്ന് പറഞ്ഞ കേട്ടോ 10 മിനിറ്റ് വെയിറ്റ് അരമണിക്കൂറിൽ ബീഫ് വരാത്. പെണങ്ങണ പോലെ കാണിച്ചു. എന്തിന് നീ എന്തിനു പിണങ്ങുന്നത്? ബീഫ് കിട്ടാതെ പിണങ്ങാൻ പോകും. പിണങ്ങുന്ന പോലെ കാണിക്കാൻ അത് വർക്കൗട്ട് ആവും. ഇമോഷണൽ ഇപ്പൊ പുള്ളി ഭയങ്കര ഇമോഷണലാ. അത് കണ്ടറിയാം. പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞു 7 മണിക്ക് 7 മണിക്ക് തരാന്ന് പറഞ്ഞും പോയി. അതാ പറഞ്ഞ ആകെ തെറ്റി. ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയി. 10 മിനിറ്റ് വെയിറ്റ് അരമണിക്കൂറിൽ തരാന്ന്. പുള്ളി പറയണത് ശരിയാണ്. തരാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ നേരത്തെ കൊണ്ട് തന്നിട്ട് ഇവിടെ റബ്ബറും കാ കടിച്ചോണ്ടിരിക്കുന്ന കടിച്ചു വച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവൻ കൊള്ളാല ആള്. ആരാണ്ടൊക്കെ തപ്പാൻ പോയപ്പം ആലമാരിക്കകത്ത് ആരെല്ലാം ഉണ്ടോ നോക്കിട്ടോ. ആ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോടാ. വല്ല പഴംപൊരിയോ വെറൈറ്റി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞു. അതിന് 2 പറഞ്ഞോ. പിന്നെ ഞാൻ പറഞ്ഞു എന്താടാ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എല്ലാരും നമ്മളെ കുറിച്ച് മാറുന്നു. അങ്ങനെയാണ് നിങ്ങൾ വ്ലോഗ് എടുക്കേണ്ടത് അല്ലെ? നമ്മൾ വ്ലോഗ് എടുക്കുമ്പോ ഒരിക്കലും നമ്മൾ ഈ സോഷ്യൽ ആൻസൈറ്റി പാടില്ല. കുറച്ച് കാണുന്നവർക്ക് ഇപ്പൊ ഒരു ചമ്മലായി പോയി ആകെ. കാരണം നമുക്ക് സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കിട്ടി. അതാ പുള്ളി ആ കലിപ്പായാലും ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാണുന്നവന് ഉറക്കം വരുന്നത് പിന്നെ ആകെ ഔട്ട് ഓഫ് ആ കുർമ എടുക്ക് സെറ്റാക്ക്. എന്താണ് കുഴപ്പമില്ല. അപ്പോ പൊറോട്ടയോ എന്താന്ന് വെച്ചാ പൊറോട്ട അരമണിക്കൂർ 10 മിനിറ്റിനുള്ളിൽ അരമണിക്കൂർ തരാന്ന് പറഞ്ഞ ആ പറഞ്ഞു. ഓക്കെ ഡൺ. ഫ്രഷ് പാത്രം എടുക്കല്ലേ. ഇത് വീടിന്റെ താക്കോല ഇല്ല കയറാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരിക്കലും സോഷ്യൽ ആൻസൈറ്റി പാടില്ല. ഞങ്ങൾ ഇവിടെ കയറി വന്നു. ഞാൻ എന്റെ ആദ്യത്തെ വ്ളോഗ് ഈ വീഡിയോയിലൊക്കെ ഇരുന്നോണ്ട് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും അല്ലെ ബാക്കിയുള്ളവർക്ക് ചമ്മലായി പോയി. നമ്മൾ എടുക്കുന്ന ആ ഓ കഴിക്കാൻ നമ്മൾ അപ്പം പറഞ്ഞു, പൊറോട്ട പറഞ്ഞു. ആ ആ പോരട്ടെ. ഇടിയപ്പം വേണോ? ബെന്നിന് സൺറൈസ് കണ്ടാ മതി. എന്ത് ഉച്ചക്കാണല്ലോ സൺറൈസ് കാണിച്ചിരിക്കും. കേട്ടല്ലോ അത് കഴിഞ്ഞിട്ട് മതിയല്ലോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. ഏത് മുടി ഞാൻ നേരത്തോടെ പറയാൻ തോന്നി. ഇവിടെ അപ്പൊ പഴം തൂക്കിട്ടൊക്കെ എന്തിനാ? പഴം പൊരിക്കണം വൈകുന്നേരം. എല്ലാം ഓരോ ഇതെടുത്ത് ഈ ഇടിയപ്പം പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ. അല്ല ഇപ്പൊ മറ്റേ വലിയ ഇടിയപ്പ ആണെന്ന് പ്രതീക്ഷിക്കാം. ഞാനവിടെ നോക്കിയപ്പോ ചെറുതായിരുന്നു. എടി ഇവിടെ ചെറിയ ഇടിയപ്പാണോ വലിയ ഇടിയപ്പാണോ? ചെറിയ ഇടിയപ്പ. അപ്പൊ അത് ഒരെണ്ണം എന്റെ നാലാകണ്ടേ പറയാന്ന്. സൂര്യ ഇടിയപ്പോ എനിക്കെന്താ സൂര്യ ഇടിയപ്പോ ഒന്ന് പറ്റത്തില്ല.
പ്ലഷർ കയറിയാലിപ്പം കേട്ടാ ഞാൻ വിചാരിച്ചത് ഇടിയപ്പം ഗൈസ്. അപ്പം വന്നു, പൊറോട്ട വന്നു, സെറ്റ്. ഇത് കണ്ടോ? ആ കയ്യിലെടുത്ത് പിടിച്ച, ഇനി കയ്യിലൊന്നും എടുത്ത് പിടിച്ച, ഇനി ഇവിടെ ഒന്ന് കറക്കി കാണിക്കും, മൊത്തം ഒന്ന് കറക്കി കാണിക്കും ഗൈസ്. നമ്മുടെ പൊറോട്ട വന്നു, അപ്പം വന്നു, ദേ പ്ലേറ്റ് വന്നു. യെസ് യെസ് യെസ്. ആ ഇനി കുറച്ചു നേരം ഈ പൊറോട്ട തീരുമ്പോഴത്തേക്ക് കറി വരും. അരമണിക്കൂറിൽ തരാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത അരമണിക്കൂറിൽ തരും. അതാണ് നമ്മുടെ ടീംസ്. നമുക്ക് ഇവിടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ തന്ന അങ്ങോട്ട് കാണിക്കും എന്നെ കാണിക്കുക. അതാണ് നമുക്ക് സ്പെഷ്യൽ റെക്കമെൻഡേഷൻ തന്ന ടീംസ്. യെസ്, അവർ അതെ അതെ. നമ്മുടെ സാധനം വന്നു. ഇത് ബീഫാണോ മട്ടനാണോടാ? ബീഫ് കുറുമ ഗൈസ്, ബീഫ് കുറുമ. ഇത് ഈ കാണുന്ന ലുക്കൊന്നും അല്ല മോനെ, ഒരു കടി കടിച്ചാലുണ്ടല്ലോ ഇതെന്നെ. അതാ സാധനം വന്നു. ഇന്ന് പൊളിക്കും അല്ലേ? മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു ദമ്മിടാം. അവിടെ സീൻസ് ആണ് കേട്ടോ. കാണുമ്പോ തന്നെ വായിൽ കപ്പലിടും. ബെന്നിന് കോട്ടയം എങ്ങനെ ഓർമ്മ വന്നേ? കോട്ടയത്തൊന്നും ഇതൊന്നും കിട്ടത്തൊന്നും. എനിക്ക് വലിയ പ്ലേറ്റ് അതെന്താ? അത് ഞാൻ എടുക്കും. സെറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ലാൻഡ് ആയതുള്ളൂ. Guys, this is what we were waiting for. പക്ഷെ ഇതിന്റെ മട്ടനാണ്. ഇതിന്റെ മട്ടൺ ഉണ്ടല്ലോ ഇങ്ങനെ. അല്ല ഇത് ബീഫ്. മട്ടൻ ഏതാ ബീഫ് ഏതാന്ന് തിരിച്ചറിയാത്തവന്മാരോടാ നീ പറയുന്നേ. ബെൻ എക്സ്പ്രഷൻ ഇടുന്നു എടുക്കാൻ പറ്റും. ബെൻ എക്സ്പ്രഷൻ ഇടുന്നു. എങ്ങനുണ്ട്? അതാ ഇത് വേറെന്ത് എക്സ്പ്രഷനാ? ഇതിന് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൂസും ചെറിയ പീസാണോ കൊടുത്ത? അല്ല നോക്കിയതാ, അതിനെ പറ്റിച്ചതാ. നിന്നെ കണ്ടപ്പോ അത്ര എടാ അത് കണ്ട എടാ, ഞാൻ ഒന്ന് എടുക്കട്ടോ. എന്റെ കൈ പൊള്ളി. ഗൈസ് നമ്മുടെ പീസ് നമ്മൾ പീസ് കിട്ടി ഈച്ച പോ. ഞാൻ പീസ് കുറെ നാള് കൂടിയിട്ട് സാറ്റിസ്ഫൈങ്. പറശ്ശിയിലെ ബീഫ് മന്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറശ്ശിയില് ബീഫ് മന്തിയൊക്കെ മാറി നിൽക്കും. വരുമോ? അതിനായിട്ടാ മണിക്കൂട്ടാ. ഓക്കെ. മണിക്കുട്ടി ഓടുന്നു. ഇത് അവന് ചെറിയ പീസാട്ടോ കിട്ടിയ. അത് പറഞ്ഞ നീ ഒന്ന് പോടാ ഇറക്കാൻ. നീ കിട്ടിയ തന്നെ വലിയ ഭാഗ്യം. സ്പെഷ്യൽ റെക്കമെൻഡ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ശുപാർശ കെട്ട് കൊടുത്തിട്ടാ നിനക്ക് പറഞ്ഞ കിട്ടിയത് തന്നെ. ഞാൻ എണ്ണീറ്റ് പോടാന്ന്. നല്ല ചൂടാ. ഇതിലേ ആരാ പോയി? താങ്ക് യു. വേണം. വെയിറ്റ് ചെയ്തതിന് വെറുത്തല്ലേ? ഡബിൾ വർക്ക്. അപ്പൊ എല്ലാരും ആലപ്പുഴ വരുന്നുണ്ട്. എല്ലാരും മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, സാധനം സെറ്റാണ്.
ബില്ല് വരെ കുറച്ചേർന്നെ. അതൊന്നും ഒരു നടപടിയില്ല. അവിടെ ചിലപ്പോ പുള്ളി എന്തോ കാണിക്കില്ല. ബില്ലിൽ എന്തേലും ബില്ലിൽ നല്ല നല്ല രസമുണ്ട്. നല്ല താങ്ക് യു. അയ്യോ അങ്ങനെ ഗുഡ് ബൈ. 10 മിനിറ്റിനുള്ളിൽ അരമണിക്കൂർ തരാന്ന് പറഞ്ഞു. പൊറോട്ട നല്ലത്. സെറ്റ്. ഓരോ കടിയിലും ഓരോരോ പുതിയ പുതിയ നമ്മുടെ രുചികൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് അല്ലേ. പൊറോട്ട ഇട്ട് കൂട്ടുമ്പോ ഒരു ടേസ്റ്റ്, അതെ, ഇടിയപ്പം ഇട്ട് കൂട്ടുമ്പോ ഒരു ടേസ്റ്റ്, പാലപ്പിട്ട് കൂട്ടുമ്പോ ഒരു ടേസ്റ്റ്, ഇനി വടകൾ ഇട്ട് കൂട്ടിയ സമാധാനമാകും. വളരെ കഴിപ്പ ഓർത്തെ വട കൂട്ടി ഒരു പിടി പിടിക്കണ്ടേ. ഗൈസ്, എനിക്ക് ഇപ്പം പോകുമ്പോഴത്തേക്ക് ഒരു 10 കിലോയും കൂടെ കൂടും. ഇതെല്ലാം കൂടെ ഞാൻ ഇനി കുറയ്ക്കണമല്ലോ. എനിക്ക് ഇപ്പൊ ഓൾറെഡി ഒരു 10 കിലോ കൂടി. അതിങ്ങനെ ഒത്തിരി അറിയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ കൂടി, അതുപോലെ കൂടി. അതാ തീരട്ടെ എന്നിട്ട് പറയാം. ഗൈസ്, ഞങ്ങൾ കുറച്ചു നേരം പ്രൈവറ്റ് ആയിട്ട് കഴിക്കട്ടെ, എന്നിട്ട് എടുക്കാം. ഓക്കെ ബൈ. ഗൈസ്, നമ്മള് കഴിച്ചു. ഓക്കെ, പോയിട്ട് അതെ. ഗൈസ് വേണ്ട, സാലിക്കാണ്, സോറി, സലീമയുടെ ചായ. മലയാളം കുറച്ച് വീക്കായി. എന്തിയാടാ പുള്ളി കാണുന്നില്ലല്ലോ. അവന് വരുന്നുണ്ട് സൺറൈസ്. സൺറൈസ് കാണുന്നത്. സൺറൈസ് കണ്ടോടാ വരുന്ന വഴിക്ക് പിന്നെയും ആ ബോണ്ട കണ്ട് തല മിന്നീന്ന്. കോട്ടെ തലേ ഏതാ പുട്ടോ? ഇത് ഉച്ചക്ക് വരാം. ഞാൻ മാറ്റി വെച്ചു, 5 മാറ്റി വെച്ചു. 6 പാക്ക് ആണോ? പോയിട്ട് വരാമല്ലേ, പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഓക്കെ. എല്ലാരും എടാ ഒരു മറ്റേ ഇത് എടുത്തടാ, മറ്റേ സാധനം ഉണ്ടല്ലോടാ യൂട്യൂബിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഇങ്ങനെ കൊടുക്കില്ലേ? അല്ലടാ, ടെംപ്ലേറ്റ് അല്ലല്ലോ, ഒരു സാധനം ഉണ്ടല്ലോടാ. അല്ലടാ, ഇങ്ങനെ ആക്ടർ സ്റ്റേജിൽ കയറിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കമ്പനിയിൽ ആർക്കും അറിയത്തില്ല. നീക്ക് ഏതടാ? ഞാൻ തന്നെ പറയണം. ഒരു തമ്പനയിൽ എടുക്കണേ. അതുവാ ഒതുവോ അതാ അതെന്താണത്? എടാ, ഒരു തമ്പനയിൽ എടുക്കണം. ഇങ്ങനെ നിൽക്കണ എല്ലാരും തിമിംഗലം പോലെ ഇരിക്കുന്ന. എന്റെ പൊന്നപ്പച്ച ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പഴയ ക്ലാസ്മേറ്റ്. ഒരു 1.5 മണിക്കൂർ ബോണ്ട കഴിച്ചു തീർത്ത്. പിന്നെ അങ്ങോട്ട് അതുകൊണ്ടാണ് ആ ബോണ്ട സൺറൈസ് കാണാൻ വന്ന സൺറൈസ് പക്ഷെ കാണാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയി. ഓക്കെ, ഞാൻ കോട്ടയം. ഞങ്ങള് 3 പേരും കോട്ടയം, പിന്നെ ആലപ്പുഴ. ഷെഫീഖിന്റെ മോൻ
അതാ 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 പിടിച്ചു 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 മോനെ മനസ്സില്ലഡ് പൊട്ടി. എന്നാ പോയിട്ട് വരാം. ശരി. വിചാരിച്ച് പടി വീഴുന്നു സത്യമായിട്ടും. പിന്നെ ആ ഫിഷ് മാർക്കറ്റില് തിമിംഗലം പോലത്തെ ഒരു മീനെ കണ്ടു. മത്തിനെ കണ്ടായിരുന്നു. കണ്ണുകുത്തി പൊട്ടിക്കുന്നത് അത് നോക്ക അത് കൊടുക്കും. നമുക്ക് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. മാറ് വണ്ടി. എടാ, ആ മരം കണ്ടില്ല. ആ ഫ്രണ്ടിൽ സ്കൂട്ടർ ഉണ്ട്. പെട്ടെന്ന് വേണ്ടി നമുക്ക് അപ്പൊ ഗൈസ് നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം കാണാത്തവരെല്ലാരും അല്ല കണ്ടവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. ലോറി കണ്ടവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇങ്ങോട്ട് മാറി നിൽക്കണ ആള് വണ്ടി ഇതെന്തൊക്കെയത് ഭയങ്കര തിരക്കായാലും ഇവിടെ. ഞാൻ എപ്പോ സബ്സ്ക്രൈബിന്റെ കാര്യം പറയാൻ വന്നാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ ബൈ.